ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ശനിദോഷത്തിനെ കുറിച്ചാണ്. ശനികൾ പ്രധാനമായിട്ടും ശനി ദശയുണ്ട്, ശനി അപഹാരങ്ങളുണ്ട്. ഗോചരാഴി നോക്കുമ്പോൾ ഏഴരാണ്ട ശനി, കണ്ടകശനി, അഷ്ടമശനി ഇങ്ങനെയുള്ള പല കാലങ്ങളുണ്ട്. ഇതില് ശനി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയമാണ്. പക്ഷേ ശനി അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല. ശനി ഒരാളുടെ ജാതകത്തിൽ ശുഭസ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾക്ക് ശനിദശ അല്ലെങ്കിൽ ശനിയുടെ അപഹാരങ്ങൾ, ഈ ശനിദോഷങ്ങൾ ഇതൊന്നും നമുക്ക് ബാധകമായിരിക്കുകയില്ല. ഇതിൽ കുറച്ച് നക്ഷത്രങ്ങൾ ഞാൻ പറയുകയാണ്. ഇതിൽ നാളല്ല, കൂറാണ് ഇതിൽ പ്രധാനം. എന്നാലും കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്ന കുറച്ച് നാളുകളാണ് പറയാൻ പോകുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഏഴര ശനി ബാധിക്കുന്നവര് കാർത്തിക, രോഹിണി, മകയിര നക്ഷത്രക്കാരാണ്. ഈ നക്ഷത്രക്കാര് മാസം അവനവൻ്റെ നാളിന് ശാസ്താവിൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ശാസ്ത്ര കവച മന്ത്രാർച്ചന, ശാസ്ത്ര ഇഷ്ടസൂക്താർച്ചന, ശാസ്താവിന് എള്ളുപറ, നാണയപ്പറ, അതുപോലെ എള്ളു പായസം, എരുക്കുമാല ചാർത്തുക ഇങ്ങനെയുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ഏഴര ശനിയിൽ നിന്നും രക്ഷ നേടുന്നതിന് ഏറ്റവും നല്ലതാണ്. മകയിരം, തിരുവാതിര, പുണർദം, ഉത്രം, അത്തം, ചിത്തിര, പൂരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ഇപ്പോൾ കണ്ടകശനിക്കാലമാണ്. കണ്ടകശനിക്ക് പരിഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാള മാസത്തിലെ ആദ്യത്തെയോ അവസാനത്തെയോ ശനിയാഴ്ച, അതും പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ശൈലശുദ്ധിയുള്ളപ്പോൾ ശനിയാഴ്ച വ്രതത്തോടെ ഒരു നേരം അരിയാഹാരത്തോടെ ശാസ്താവിന് ക്ഷേത്രത്തിൽ പോയി, ഇനി ക്ഷേത്രത്തിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെ അടുത്ത ക്ഷേത്രങ്ങളില്ല, അല്ലെ വിദേശത്ത് നിൽക്കുന്നവരാണ് എന്നൊരിതിൽ ശാസ്താവിൻ്റെ ഒരു ഫോട്ടോ വാങ്ങിക്കുക, അതിൽ ഇഷ്ടമുള്ള പുഷ്പങ്ങളൊക്കെ അർച്ചിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കിണ്ടിയിലെ പാത്രത്തിലോ ശുദ്ധജലം നിറച്ച് തുളസിയില ഇട്ട് വെക്കുക. ഇല്ലെങ്കിൽ ശുദ്ധജലം നിറച്ച് വെച്ചാൽ മാത്രം മതി. അവിടെ 2 മൺചിരാതിൽ അല്ലെങ്കിൽ ഒരു തേങ്ങ പൊട്ടിച്ച് 2 പീസായിട്ട് അതിൽ എള്ളുകിഴി കത്തിക്കുക. ക്ഷേത്രത്തിലാണെങ്കിൽ ഒരു ക്ഷേത്രത്തിൽ കൊണ്ടുപോയി കത്തിക്കാൻ പറ്റുന്നവരും ക്ഷേത്രത്തിൽ പോയി കത്തിച്ച് അവർ 12 പ്രദക്ഷിണം വെച്ച് ശാസ്താവിൻ്റെ ഇഷ്ടസൂക്തങ്ങൾ കൊണ്ടുള്ള അർച്ചനകൾ, അതുപോലെ ശാസ്താവിന് ഇഷ്ടപ്പെട്ട നീലപുഷ്പങ്ങൾ കൊണ്ടുള്ള മാലകൾ ഒക്കെ ചാർത്തി ഭഗവാനോട് ഈ ദോഷങ്ങൾ മാറണം, ഇതിൻ്റെ കാഠിന്യം കുറയണം, ഇത് നമ്മളെ എഫക്റ്റ് ചെയ്യരുത്, ആ രീതിയിലൊക്കെയുള്ള പ്രാർത്ഥനകൾ ചെയ്യാം. ഇനി അഷ്ടമശനി. അഷ്ടമശനി കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്കാണ് കൂടുതലായിട്ടും എഫക്റ്റ് ചെയ്യുന്നത്. ഈ അഷ്ടമശനി കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനനഷ്ടത്തിൻ്റെ ഒരു കാലം, അപകടങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിട്ടുമാറി വരിക, ഉദര സംബന്ധമായിട്ട് രോഗങ്ങൾ ഇങ്ങനെയുള്ളവയ്ക്കൊക്കെ ഒരു കാലമാണ്. ഇതിന് പരിഹാരമായിട്ട് എല്ലാ ശനിയാഴ്ചയും പറ്റുമെങ്കിൽ എല്ലാ ശനിയാഴ്ചയും, ഇല്ലെങ്കിൽ പറ്റാവുന്ന ശനിയാഴ്ചകളിലൊക്കെ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയി ഉദയത്തിന് മുമ്പ് തൊഴണം. തൊഴുമ്പോൾ ശാസ്താവിന് എള്ളുകൊണ്ടുള്ള പിടിപ്പണം, അതായത് അരപ്പിടി നാണയമാണെങ്കിൽ അരപ്പിടി എള്ള് ചേർത്ത് 3 പ്രാവശ്യം തലയ്ക്ക് ഒഴിഞ്ഞ് ഭഗവാന്റെ നടക്കി വെക്കുക. അതുപോലെ തന്നെ നല്ലെണ്ണ കൊണ്ട് അഭിഷേകം, നല്ലെണ്ണ കൊണ്ട് തന്നെ ഭഗവാനെ വിളക്ക്, പ്രത്യേകിച്ച് പുറകു വിളക്ക് കത്തിക്കുക. ഇനി ശനിരക്ഷാമന്ത്രാർച്ചന, ഇതൊക്കെ അഷ്ടമശനിക്ക് ഏറ്റവും നല്ലതാണ്. ഇനി ഉള്ളതാണ് ഏഴര ശനിക്കാലം അല്ലെങ്കിൽ ഏഴരാണ്ട ശനി എന്ന് പറയും. വിശാഖം, അനിഴം, തൃക്കേട്ട, മൂലം, പൂരാടം, ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്കാണ് ഏഴരാണ്ട ശനി അല്ലെങ്കിൽ ഏഴര ശനി. ഇവര് പറ്റാവുന്ന ശനിയാഴ്ചകളിൽ, ഇല്ലെങ്കിൽ മാസത്തിലെ അവസാനത്തെ ശനിയാഴ്ച പോയി ശാസ്താവിൻ്റെ അമ്പലത്തിൽ നീരാഞ്ജനം, ശാസ്ത്ര സൂക്താർച്ചന, എള്ളുപായസം, ശാസ്ത്ര സഹസ്രനാമാർച്ചന, അതുപോലെ എള്ളുപറ ഇങ്ങനെയൊക്കെയുള്ള വഴിപാടുകൾ ചെയ്യുന്നത് ശനിദോഷത്തിൽ നിന്നും രക്ഷയേടാൻ ഏറ്റവും സഹായകമാണ്. ഈ ദോഷക്കാര് അല്ലെങ്കിൽ ഇപ്പോൾ ശനിദശ അല്ലെങ്കിൽ ശനിയുടെ ആ ഒരു കരവലയത്തിൽപ്പെട്ട് നിൽക്കുന്നവർ
ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. പ്രശ്നമുണ്ടെങ്കിൽ അതിന് പരിഹാരമുണ്ട്. അപ്പം ശനിയെ പ്രീതിപ്പെടുത്തി എന്നിട്ടും കഷ്ടകാലം മാറുന്നില്ല എന്നൊരിക്കൽ ഏതെങ്കിലും സത്യസന്ധമായിട്ട് ജ്യോതിഷം അറിയാവുന്ന ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി അവനവൻ്റെ സമയവും കാര്യങ്ങളും ഒന്ന് നോക്കുന്നത് നന്നായിരിക്കും.